ഹായ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും രേണുസുധിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം. അപ്പോൾ ഒരു ഭയങ്കര സങ്കടത്തോടെ ഇൻ്റർവ്യൂവിൽ ഇത് പറയുന്നത് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ അപ്പോൾ സുധിയുടെ ഇൻ്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ നമ്മൾ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് ക്യാൻസർ വരിക എന്നുള്ളത്. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാണല്ലേ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആർക്കും ഇങ്ങനൊരു അസുഖം വരരുതേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. കാരണം ക്യാൻസർ വന്ന് നരകിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ അവിടെ വിളിച്ചിട്ടൊക്കെ നമ്മൾ കാണുന്നതാണ്. ക്യാൻസർ വഴി മുടി പോയതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ന്യൂസുകൾ നമ്മൾ അതിനു വേണ്ടി കുറേ പണം ചിലവാക്കി ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നതും അതൊന്നും എവിടെ എത്താതെ ആവുന്നതും കുറേ പേര് അതിനോട് മല്ലിടിച്ച് അതിജീവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണല്ലേ. പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടോ. ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലൊക്കെ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിട്ടുക, വേറെ ഒന്നുമില്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞു. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ 16 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഡോക്ടർ പറഞ്ഞതായിരുന്നു, സൂചിപ്പിച്ചതായിരുന്നു. ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ ക്യാൻസറിലേക്ക് വരും എന്നുള്ളത് സൂചിപ്പിച്ചതാണ്. അന്ന് തന്നെ ഇത് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ഇത് ഇത്ര വലിയ പ്രശ്നമാവില്ലായിരുന്നു അല്ലേ. വലിയൊരു അബദ്ധമാണല്ലോ ചെയ്തത്. ഇനി പറഞ്ഞിട്ട് ഇപ്പം എന്താ, അന്ന് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ അത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഇപ്പോൾ 4th സ്റ്റേജിൽ എത്തില്ലായിരുന്നു. രേണുസുധിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ്സിലൂടെ ഉയർന്നു വന്ന ഒരു പെൺപുലി തന്നെയാണ് രേണുസുധി അല്ലേ. രേണുസുധി പബ്ലിക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ രേണുസുധിക്ക് സപ്പോർട്ടിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ. രേണുസുധി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് ആയിരുന്നു കൂടുതൽ. സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ സപ്പോർട്ടിനേക്കാൾ ഏറെ രേണുസുധിനെ കുറ്റം പറയാനായിരുന്നു ആൾക്കാരുണ്ടായിരുന്നത് അല്ലേ. അവരുടെ ഇടയിലേക്കാണ് ഈ ന്യൂസ് എത്തുന്നത് രേണുസുധിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് കുറ്റം പറഞ്ഞവരുടെ ആയാലും അല്ലാത്തവരുടെ ആയാലും കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആരും ഇതാക്കില്ല അല്ലേ. പക്ഷെ എന്നാൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇപ്പോഴും പറഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കൂടെ ഒരുപാട് പേര് രേണുസുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് രേണുസുധിയുടെ കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ, ക്യാൻസറൊക്കെ ഭേദമാവട്ടെ. അതിനുവേണ്ടി പൊരുത്ത് തന്നെ മുന്നോട്ട് പോവുക. ഇതുവരെ പോയപ്പോൾ തന്നെ ഹാപ്പി ആയിട്ട് എല്ലാ നെഗറ്റീവ്സിനെയും മറികടക്കുന്ന പോലെ തന്നെ ഈ ഒരു ക്യാൻസർ എന്ന രോഗത്തിനെയും മറികടന്ന് രേണുസുധി മുന്നോട്ട് തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ.